ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ മഴ കുറച്ച് മാറി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള കോവക്ക കൃഷിയൊന്ന് നോക്കാൻ വന്നതാണ്. ഇന്ന് ഉച്ചക്കത്തേക്ക് കോവക്കത്തോരൻ ഉണ്ടാക്കാനാണ്. രാവിലെ കുറച്ച് പറിച്ചതാണ്, കുറച്ചും കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഇതിപ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തിയേക്കണ കാരണം നമ്മുടെ കോവക്ക ചെറുതായിട്ടൊന്നും ഉണ്ടായി വരണുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു നേരത്തേക്ക് വെക്കാനുള്ള കോവക്കയൊക്കെ ഇതിൽ നിന്ന് കിട്ടുവേ. കണ്ടോ, കുറേ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇത് നല്ല വലിയ കോവയ്ക്കായത് കാരണം നമുക്ക് കുറച്ച് മതി, ഒരു 10 എണ്ണം മതി നമുക്കൊരു കറി ഉണ്ടാക്കാൻ വേണ്ടി. നീളം കോവയ്ക്കല്ലേ, ഉണ്ട കോവയ്ക്കല്ലേ, അപ്പോൾ അത് മതി കേട്ടോ. ഇപ്പോൾ മഴക്കാലം ആയത് കാരണം നമ്മൾ ഇതുപോലെ ഈ കോവയ്ക്കയൊക്കെ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ്. പിന്നെ പൊക്കത്തേക്ക് പടർത്തി വിട്ടേക്കണ കാരണം നമുക്ക് എപ്പോഴും മഴയത്ത് ടെറസിൻ്റെ മുകളിലൊന്നും കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ മഴ മാറണ സമയത്ത് വന്ന് ഈ സമയത്താണ് ഈ ഇല ചുരുണ്ടുന്ന പുഴുവില്ലേ, ആ പുഴു വരാൻ ചാൻസ് കൂടുതലുള്ള ടൈമാണിത് മഴക്കാലത്ത്. ഈർപ്പം വരുമ്പോൾ അതിങ്ങനെ ഇലയൊക്കെ ചുരുട്ടി പിന്നെ ഈ വരുന്ന ചെറിയ ചെറിയ നമ്മുടെ കോവക്ക വരുന്ന അതിലൊക്കെ കയറി ഊട്ടയിട്ട് അതൊക്കെ നശിച്ചു പോകും. പിന്നെ ഇത് കണ്ടതിൻ്റെ ഇടയിലൊക്കെ കുറേ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം ഇങ്ങനെ കട്ട കുത്തിയാണ് ആ വള്ളികൾ വന്നിങ്ങനെ പിടിച്ചേക്കുന്നത്. നമുക്ക് ആ സൈഡിലേക്ക് പന്തലിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അത് കാരണമാണ് ഇങ്ങോട്ട് പന്തലിട്ട് കൊടുത്തേക്കണത്, ഇപ്പുറത്തെ സൈഡിലേക്കാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ആ മഞ്ഞ ഇലകളൊക്കെ ഒന്ന് നുള്ളിക്കളഞ്ഞ് സമയം കിട്ടണ നേരത്ത് മഴ മാറിയ ടൈമിലൊന്ന് അതൊക്കെ ചെക്ക് ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാണാപ്പൊടി മാത്രം കൊടുത്താൽ മതി, ജൈവവളം മാത്രം കൊടുക്കുന്നതായിരിക്കും മഴക്കാലത്ത് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും കോവക്ക കിട്ടിയിട്ടുണ്ട്. കുറച്ച് കോവക്ക രാവിലെ പറിച്ചതിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു തോരൻ വെക്കാനുള്ളതായിട്ടോ. ഇനി അടുത്തത് 10 മണി പൂവാണ്. 10 മണി പൂവ് ഇതും ഞാൻ ടെറസിൻ്റെ മുകളിൽ വെച്ചേക്കുന്നതാണ്. നല്ല മഴയായിട്ട് പോലും നല്ലതുപോലെ പൂക്കളുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കണ്ടോ, മൊത്തത്തിൽ ഇതിൽ കാണുന്ന വെള്ള കളറിലെ ആ ഒരു മൂട്ട എന്താണെന്ന് അറിയില്ല, അങ്ങനെ ഒരു പ്രാണി വന്നിട്ടുണ്ട്, മൊത്തം നശിപ്പിച്ച് കളയും. അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ പ്രാണി ഇരിക്കുന്ന ആ തലപ്പ് മൊത്തം നമ്മിങ്ങനെ നുള്ളിക്കളയണേ. പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ ഇത് പ്രൂൺ ചെയ്യാൻ നമുക്ക് തോന്നണില്ല, കാരണം അത്രമാത്രം മഴയായിട്ട് പോലും 10 മണി പൂവിൽ നിറയെ പൂക്കളായിട്ട് നിൽക്കണേണ്. ശരിക്കും മഴക്കാലത്ത് ഇതിൽ പൂവ് ഇടൂലെന്നാണ് പറയണത്. ഇത് നല്ല മഴ കൊള്ളണ ഭാഗത്ത് തന്നെയാണ് ഇരിക്കുന്നത്, എന്നാലും നിറയെ പൂവാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കാൻ തോന്നണില്ല. അല്ലാത്തവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ വെച്ചങ്ങട് ആ കടയുടെ ഭാഗം വെച്ചങ്ങട് കട്ട് ചെയ്ത് അങ്ങോട്ട് നിർത്തിയേക്കണം. മഴക്കാലത്തായത് കാരണം നല്ലതുപോലെ പിടിച്ചു വരും, അതോർത്ത് വിഷമിക്കേണ്ട. അല്ലെങ്കിൽ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് നമ്മൾ വേറെ പോട്ടിലേക്കൊക്കെ മാറ്റി നട്ടേക്കണം. ഈ ചട്ടിയൊന്നും നമുക്ക് താഴേക്ക് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ വേറൊരു പോട്ടിലേക്ക് മാറ്റി നട്ട് കഴിഞ്ഞാൽ മഴ മാറുമ്പോഴേക്കും നമുക്ക് ആ ചെടി ഉണ്ടാവുമല്ലോ. കണ്ടോ, നിറയെ ഇതിൽ ഉറുമ്പ്, ഒരു കറുത്ത കളറിലൊരു ഉറുമ്പ് വന്ന് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം നിറഞ്ഞേക്കണേണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പെസ്റ്റിസൈഡ്സ് ഒന്നും ഈ ടൈമിൽ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഫെർട്ടിലൈസറായിട്ടൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈ കാണുന്ന പ്ലാന്റ് കണ്ടോ, ഒരു പോട്ടിൽ തന്നെ ഞാൻ 3 പ്ലാന്റ്സ് നട്ടിട്ടുണ്ട്. ഇത് കൊടൈക്കനാലിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എൻ്റെ ചേച്ചി പോയപ്പോൾ കൊണ്ടുവന്ന പ്ലാന്റ്സ് ആണ്. കൊണ്ടുവന്നപ്പോൾ നല്ല കരിഞ്ഞുണങ്ങിയിരിക്കണമായിരുന്നു. അപ്പോൾ പിടിക്കൂലെന്നുള്ള ഭയങ്കര വിശ്വാസത്തിൽ ഞാൻ ഒരു പോട്ടിൽ തന്നെ 3 എണ്ണവും നട്ടു വെച്ചു കേട്ടോ. പക്ഷേ നല്ലതുപോലെ പിടിച്ചു. അതിനകത്ത് ദേ പൂവും വന്നിട്ടുണ്ട്. കുറേ ഇങ്ങനെ അരി പോലത്തെ ബഡ്സുകളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റിക്ക് സ്റ്റാൻഡ് ചെയ്ത് അതിൽ പടർത്തി കയറ്റി കൊടുക്കേണ്ട പ്ലാന്റ് ആണെന്നാണ് തോന്നണേ. ഏതായാലും തൊട്ടടുത്തൊരു മരം പോലത്തെ പ്ലാന്റ് നിൽക്കുന്ന കാരണം അതിലേക്ക് ഞാൻ ചായച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, കാരണം അതിനകത്ത് പൂക്കളൊക്കെ ഉണ്ടായാലും 3 പ്ലാന്റും ഒന്നിലാണ് നിൽക്കുന്നത്. നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഇനിയിപ്പോൾ നമുക്കത് മാറ്റാൻ പറ്റത്തില്ല. ഒന്നാമത്തെ ആരോഗ്യമില്ലാത്ത പോലെയാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത്. അടുത്തതേ ഇത് കണ്ടോ, ഇത് ഞാൻ ഹൈഡ്രാഞ്ചിയാണെന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു. അപ്പോൾ ഇത് ഹൈഡ്രാഞ്ചി അല്ല, ഇതൊരു മരം ആവണമെന്നൊരു പ്ലാന്റാണ് കേട്ടോ. എന്തോ ബെൽഫ്ലവർ, യെല്ലോ കളറിലെ ബെൽഫ്ലവർ എന്നാണ് പറയണത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. അതാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും അത് ഞാനിവിടെ മണ്ണിൽ തന്നെ നട്ടേക്കണത്. പക്ഷേ സൺസൈഡിൻ്റെ താഴെ ആയത് കാരണം ഇതിൻ്റെ അവസ്ഥ എന്താവുമെന്ന് അറിയത്തില്ല. പിന്നെ സിങ്കോണിയത്തിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിങ്കോണിയം കേട്ടോ ഈ കാണുന്ന പിങ്ക് ഷെയ്ഡിൽ വരുന്ന സിങ്കോണിയം. ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കളർ തന്നെ നമുക്ക് എപ്പോഴും കിട്ടും. നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. പിന്നെ വെയിലത്തിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ആ കളർ മാറി ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക് വരും. അത് കാരണം എപ്പോഴും ഷെയ്ഡിൽ വെക്കേണ്ട ഒരു പ്ലാന്റാണ്. വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ല. മഴക്കാലത്ത് നനച്ചൊന്നും കൊടുക്കണ്ട. പിന്നെ ചെറുതായിട്ട് നമുക്ക് ഫെർട്ടിലൈസറായിട്ട് ചാണകപ്പൊടി എന്തെങ്കിലും കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിൻ്റെ യെല്ലോ അല്ല, വൈറ്റ് കളറിലുള്ള പ്ലാന്റ്സ് ചെയ്തുകൊണ്ട് ഇത് വൈറ്റും ഒരു ഗ്രീനും ഷെയ്ഡിൽ വരുന്നതാണ്. പല പല കളേഴ്സിലുള്ള ലീവ്സുള്ള സിങ്കോണിയംസ് ഉണ്ട്. പിന്നെ ഇത് ടെറസിൻ്റെ മുകളിൽ തന്നെയുള്ള കുറച്ച് പൂക്കളൊക്കെയാണ് കേട്ടോ. മഴയാണെങ്കിൽ പോലും നല്ലതുപോലെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. നമ്മുടെ 10 മണി പൂവ് കണ്ടോ, ഇതിൻ്റെ 2 കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ വാഴച്ചെടിയാണ്. പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഇതൊക്കെ നല്ലതുപോലെ പൂട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് ഇത് റോഡ് സൈഡൊക്കെ നിൽക്കുന്നൊരു പ്ലാന്റാണ് കേട്ടോ, ഫ്ലവറിങ് പ്ലാന്റ്. അത് ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒടിച്ചു കൊണ്ടുവന്ന് കുത്തി പിടിപ്പിച്ചതാണ്.
ഇത് പിന്നെ നമ്മുടെ പെറ്റൂണിയ പ്ലാന്റ് ആണ്. കാക്കപ്പൂവിൻ്റെ കാര്യം പറയണ്ട, ഏത് പോട്ടിൽ കൂടി നോക്കിക്കഴിഞ്ഞാലും കാക്കപ്പൂവ് ഉണ്ടാവും. ഒരു കുഞ്ഞു തൈയെങ്കിലും പിടിച്ച് നിൽക്കുന്നുണ്ടാവേ. അതിൻ്റെ ആ വിത്ത് പടർന്ന് പിടിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളേ. അപ്പോൾ കൊടൈക്കനാലിൻ്റെ ഊട്ടിയിലേക്ക് പ്ലാന്റ്സുകൾ നമ്മൾ കൊണ്ടുവന്നാലും നമ്മുടെ വീട്ടിലും അത് പിടിപ്പിച്ചെടുക്കാമെന്ന് മനസ്സിലായില്ലേ. ഇപ്പോൾ ക്ലൈമറ്റ് എന്നൊരു പ്രശ്നമല്ല കേട്ടോ, നമ്മൾ നോക്കണ പോലെ ഇരിക്കും നമ്മുടെ ചെടി പിടിച്ച് കിട്ടുന്നത്. അത്ര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആ ചെടി നട്ടത്. അതുപോലെ എനിക്കത് പിടിച്ച് കിട്ടിയ കേട്ടോ. ഇനി ഫ്ലവർ ഉണ്ടായി കഴിയുമ്പോഴേക്കും ഞാൻ അടുത്ത വീഡിയോ ഇടാവേ. താങ്ക്